ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വീഡിയോ ആണ്. ആപ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. നിങ്ങൾക്കിത് വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കാൻ പറ്റിയ സൂപ്പർ വർക്കൗട്ട് രീതിയാണ്. നിങ്ങളൊരു സിക്സ് പാക്ക് ആപ്സൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ഫോളോ ചെയ്യാൻ വീട്ടിൽ ഓക്കെ. അപ്പം ഈ വർക്കൗട്ട് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ക്രഞ്ചസിൽ തുടങ്ങാം. ഓക്കെ, ക്രഞ്ചസ് ചെയ്യാനായിട്ട് നമ്മൾ കാലുകൾ ഇങ്ങനെ ഉയർത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ 10 മിനിറ്റും ഈ വർക്കൗട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളിത് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസം ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ഇടവിട്ട് ചെയ്താൽ മതിയാവും. അല്ലാതെ എല്ലാ ദിവസവും ഒന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വർക്കൗട്ടാണ്. അപ്പം ഇത് കണക്കാണ് നിങ്ങൾ ക്രഞ്ചസ് ചെയ്യേണ്ടത്. ക്രഞ്ചസ് ചെയ്യുമ്പോൾ വളരെ ഇത് കണക്ക് സൂക്ഷിച്ച് നമ്മുടെ ആ ഒരു ആപ്സിലോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകണക്ക് തന്നെ ബ്രീത്തിങ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ താഴോട്ട് ഇത് കണക്ക് നമ്മൾ ആ ഒരു നോർമൽ പൊസിഷനിലോട്ട് വരുമ്പോൾ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക. നിങ്ങൾ ഇത് കണക്ക് നമ്മൾ അപ്പ് ചെയ്ത് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾ ഒരു 25 പ്രാവശ്യം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ക്രഞ്ചസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു പൊസിഷനിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോറിൽ കാല് വെച്ചതിന് ശേഷവും നിങ്ങൾക്ക് ക്രഞ്ചസ് ചെയ്യാം. പക്ഷേ ഇത് കുറേ കൂടെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. നിങ്ങൾ 25 പ്രാവശ്യം നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഉടൻ തന്നെ നിങ്ങൾ പ്ലാങ്ക് പൊസിഷനിലോട്ട് വരിക. ഇതേപോലെ ഓക്കെ, നിങ്ങൾക്ക് എത്ര സമയം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ അത്ര സമയം നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ക്രഞ്ചസ് ചെയ്തതിന് ശേഷം വിത്തൗട്ട് റെസ്റ്റ് ഇല്ലാതെ തന്നെ നമ്മൾ തിരിഞ്ഞ് പ്ലാങ്കിൻ്റെ പൊസിഷനിലോട്ട് വന്നിട്ട് നമ്മൾ പ്ലാങ്കിൻ്റെ ആ ഒരു രീതിയിൽ എത്ര സമയം നമുക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ അത്ര സമയം നമ്മൾ ഹോൾഡ് ചെയ്യുക. അപ്പം നമ്മുടെ ഒരു കോർ സ്ട്രെങ്തനിങ്ങിന് പ്ലാങ്ക് വളരെയേറെ സഹായിക്കും. ഓക്കെ, നല്ല ഒരു വർക്കൗട്ടാണ് പ്ലാങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ ആപ്സിൻ്റെ ഫാറ്റ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു വർക്കൗട്ട് രീതി കൂടിയാണിത്. അപ്പോൾ പലരും പറയുന്നത് കേൾക്കാം, സിക്സ് പാക്ക് ആപ്സ് വേണം എന്നൊക്കെ പറയുന്നവർക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു രീതിയാണിത്. അപ്പം ഞാൻ ആപ്സിന് കുറേ കാലമായിട്ട് വർക്കൗട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഞാനും തന്നെ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കും ആപ്സൊക്കെ ഒരല്പം വയറൊക്കെ ചാടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ലെഗ് റൈസ് എന്ന് പറഞ്ഞൊരു വർക്കൗട്ടാണ്. ലെഗ് റൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ വന്നതിന് ശേഷം ഇങ്ങനെയാണ് നിങ്ങൾ ലെഗ് റൈസ് ചെയ്യേണ്ടത്. കാലുകൾ ഒരുപാട് നിങ്ങൾ മുകളിലോട്ട് ഉയർത്തേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ ലോവർ ബാക്കിന് ഇഞ്ചറി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇത്രമാത്രം നിങ്ങൾ ഉയർത്തുക. അതിനൊക്കെ തന്നെ ഫ്ലോറിൽ കാലുകൊണ്ട് മുട്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു 25 റപ്സ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നല്ല പെയിൻ അനുഭവപ്പെടും. സാരമില്ല, നമുക്ക് പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഗെയിൻ ഉണ്ടാകുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അപ്പം താഴോട്ട് നോർമൽ പൊസിഷനിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. നിങ്ങൾ കാല് ഇതേ കണക്ക് ഉയർത്തുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്തിങ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് നിങ്ങൾ ഇങ്ങനെ 25 പ്രാവശ്യമെങ്കിലും മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഫ്ലോറിൽ മുഴുവനായിട്ട് നിങ്ങൾക്ക് കിടന്നിട്ട് നിങ്ങളുടെ തലയെല്ലാം ഫ്ലോറിൽ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വർക്കൗട്ട് ചെയ്യാം. പക്ഷേ ഇത് കുറേ കൂടി എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ്, രീതിയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം 25 റപ്സ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 20 നിങ്ങൾ ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം വീണ്ടും നിങ്ങൾ വിത്തൗട്ട് റെസ്റ്റ് നിങ്ങൾക്ക് പ്ലാങ്കിൻ്റെ പൊസിഷനിലോട്ട് വരാം. ഇതേപോലെ നിങ്ങൾ മാക്സിമം പ്ലാങ്കിൻ്റെ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. പ്ലാങ്കിൻ്റെ പൊസിഷനിൽ നിൽക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുടെ കോർ മസിലൊക്കെ നല്ല ടൈറ്റ് ചെയ്ത് നല്ല രീതിയിൽ നല്ല പോസ്റ്ററിൽ വേണം നിങ്ങൾ നിൽക്കാനായിട്ട്. നിങ്ങൾ വളഞ്ഞോ കുനിഞ്ഞോ ആ രീതിയിൽ നിന്നും നിങ്ങൾ പ്ലാങ്ക് ചെയ്യരുത്. വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അതിനൊക്കെ തന്നെ നിങ്ങൾ നോർമൽ ബ്രീത്തിങ് ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ ശ്വാസം പിടിച്ച് ഉള്ളിൽ വെച്ചിട്ടൊന്നും പ്ലാങ്ക് ചെയ്യരുത്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നത് അതേപോലെ നിങ്ങളുടെ ബ്രീത്തിങ് പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം, പ്ലാങ്ക് വളരെയേറെ ബെനിഫിറ്റായിട്ടുള്ള ഒരു വർക്കൗട്ടാണെന്നുള്ള കാര്യം. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് എത്ര സമയം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്ര സമയം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ല റിസൾട്ട് കൊണ്ടുവന്ന് തരാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ട് രീതിയാണിത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ടിൻ്റെ മെത്തേഡെന്ന് പറയുന്നത്. അപ്പം നമുക്ക് മൂന്നാമത്തെ വർക്കൗട്ടിലോട്ട് പോവാം. മൂന്നാമത്തെ വർക്കൗട്ട് ചെയ്യാനായിട്ട് നമുക്ക് ബൈസിക്കിൾ ക്രഞ്ചസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ബൈസിക്കിൾ ക്രഞ്ചസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിലോട്ട് വന്ന് ഇതേപോലെയാണ് നിങ്ങൾ ബൈസിക്കിൾ ക്രഞ്ചസ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ കാല് നിങ്ങളുടെ ആ ഒരു തലയുടെ ഭാഗത്തായിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ കൈ ആ ഒരു ദിശയിലോട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, ഇതേ കണക്ക് ഓപ്പോസിറ്റ് ആയിരിക്കണം നമ്മുടെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ബൈസിക്കിൾ ക്രഞ്ചസ് വളരെ നല്ല ഒരു ആപ്സ് വർക്കൗട്ടാണ്.
അപ്പം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം എത്ര സമയം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചെയ്യുക. എത്ര റെപ്സ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം റെപ്സ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫെയിലിയർ സെറ്റ്. ഓക്കെ. അപ്പം ഇതിൻ്റെ ബ്രീത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാല് നോർമൽ പൊസിഷനിലോട്ട് വരുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു മുകളിലോട്ട് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അപ്പം ഈ രീതിയിൽ ചെയ്തതിന് ശേഷം ബൈസിക്കിൾ ക്രഞ്ചസ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സൈഡ് പ്ലാങ്ക് ചെയ്യാം. വിത്തൗട്ട് റെസ്റ്റിൽ നിങ്ങൾക്ക് സൈഡ് പ്ലാങ്കിലോട്ട് വരാം. ഇതേപോലെ സൈഡ് പ്ലാങ്ക് ചെയ്യാം. ഓക്കെ. സൈഡ് പ്ലാങ്ക് നല്ല ഒരു വർക്കൗട്ട് രീതിയാണ്. നമ്മുടെ ഒബ്ലിക്സ് മസിലിനൊക്കെ നല്ല എഫക്റ്റ്, നല്ല ഒരു പ്രയോജനം തരുന്ന, ഒബ്ലിക്സിൻ്റെ ആ ഒരു ഭാഗത്തെ ഫാറ്റ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന നല്ല ഒരു വർക്കൗട്ടാണ് ഈ സൈഡ് പ്ലാങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു കോർ സ്ട്രെങ്തും മൊത്തത്തിലുള്ള സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമ രീതിയിലൂടെയാണ് സൈഡ് പ്ലാങ്ക് എന്ന് പറയുന്നത്. അപ്പം ഇതേ രീതിയിൽ നിങ്ങൾക്ക് മാക്സിമം എത്ര സമയം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്ര സമയം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. വീണ്ടും ഒരു സൈഡിൽ നിന്നതിന് ശേഷം അടുത്ത സൈഡും നിങ്ങൾ എത്ര നേരം ഒരു ഭാഗത്ത് നിന്നോ അത്രയും ഒരു സമയം തന്നെ നിങ്ങൾ അടുത്ത ഭാഗത്തായിട്ടും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. നിങ്ങൾക്ക് ഇതിനായിട്ട് നിങ്ങൾക്കൊരു സ്റ്റോപ്പ് വാച്ച് ക്ലോക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ടൈമർ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ വർക്കൗട്ടുകൾ. ഇപ്പം ഞാൻ ഒന്നും തന്നെ വെച്ചിട്ടില്ല. അപ്പം ഇത് കണക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. മാക്സിമം ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. മാക്സിമം ഒരു 10 മിനിറ്റ് കൊണ്ട്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇൻറ്റൻസിറ്റി കൂട്ടിയിട്ട് നമ്മൾ ആപ്സിന് പ്രയോജനം ലഭിക്കുന്ന രീതിയിലാണ് ഈ വർക്കൗട്ടുകൾ ചെയ്യുന്നത്. ഓക്കെ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് മെത്തേഡെന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. ഒരു 10-15 സെക്കൻഡ് നിങ്ങൾക്ക് റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് നാലാമത്തെ നമ്മുടെ വർക്കൗട്ടിലോട്ട് പോകാം. നാലാമത്തെ വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. ഇതേപോലെ നിങ്ങൾക്ക് മുകളിലോട്ട് കാല് കൊണ്ടുവരാം, നിങ്ങളുടെ ആ ഒരു ചെസ്റ്റിൻ്റെ ലെവലിലോട്ട്. ഓക്കെ. അതിനുശേഷം സാവധാനത്തിൽ നിങ്ങൾക്ക് കാല് തിരിച്ച് നിങ്ങളുടെ നോർമൽ പൊസിഷനിലോട്ടും കൊണ്ടുവരാം. ഓക്കെ. അപ്പം നോർമൽ പൊസിഷനിലോട്ട് ഇതേ വരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. മുകളിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഔട്ട്. ഇതേപോലെ വരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. ഓക്കെ. ഇതേ കണക്ക് നിങ്ങൾക്ക് 20 തൊട്ട് 25 റെപ്സ് വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്നല്ല, നിങ്ങൾ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഇത് നല്ല ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ലോവർ ആപ്സിൻ്റെ ഫാറ്റ് കുറയ്ക്കാനും ആ ഒരു ഭാഗത്ത് നല്ല ഷേപ്പ് കൊണ്ടുവരാനും സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. വളരെ ഹോൾഡ് ചെയ്ത് സാവധാനത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മസിൽസിലോട്ട് പൂർണ്ണമായിട്ട് നമ്മൾ മസിൽസിലോട്ട് ഫോക്കസ് ചെയ്യുക. ഓക്കെ. ആപ്സിൻ്റെ മസിൽസിലോട്ട് ഫോക്കസ് ചെയ്യുക. ഈ ഒരു വർക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഉടൻ തന്നെ വീണ്ടും നമ്മുടെ പ്ലാങ്കിൻ്റെ പൊസിഷൻ, നോർമൽ പ്ലാങ്കിൻ്റെ പൊസിഷനിലോട്ട് വരിക. ഇതേപോലെ നിങ്ങൾ മാക്സിമം സമയം ഹോൾഡ് ചെയ്യുക. ഓക്കെ. ഇതേപോലെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നിങ്ങൾ പ്ലാങ്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രീത്തിങ് ഒരിക്കലും ശ്വാസമൊന്നും പിടിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. വളരെ കൺട്രോൾ ചെയ്ത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനൊക്കെ നിങ്ങളുടെ ബ്രീത്തിങ് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ബോഡി ഷെയ്ക്കാക്കി ഒന്നും ചെയ്യാൻ പാടില്ല. കറക്റ്റ് ബോഡി പോസ്ചറൊക്കെ കൃത്യമായിരിക്കണം. ഇതേപോലെ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അപ്പം നമ്മൾ ഇതിനകത്ത് കാണിച്ചു തരുന്ന ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടുകളാണ്. നമ്മുടെ 6 പാക്ക് ആപ്സിനെ പെട്ടെന്ന് തന്നെ വിസിബിളാക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടും കൂടിയാണ്. ഓക്കെ. അപ്പം അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒബ്ലിക്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. നമ്മുടെ സൈഡ് ഭാഗത്തിന് വേണ്ടിയിട്ട്. ഓക്കെ. വയറിൻ്റെ സൈഡ് വശങ്ങളിലുള്ള ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പൊസിഷനിൽ കിടക്കാം. നമ്മുടെ കാല് ക്രോസ് ചെയ്ത് വെക്കണം. ഓക്കെ. മറ്റേ കാലിൻ്റെ മുകളിലൂടെ നമ്മൾ ക്രോസ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതേ കണക്ക് ഇത്രമാത്രം കാല് ഉയർത്തുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു തലഭാഗം ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. കൈ ഇങ്ങനെ തലയിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഞാൻ ചെയ്യുന്ന കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. താഴോട്ട് കാല് വരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. മുകളിലോട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ. ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഇൻ, അപ്പ്, ബ്രീത്ത് ഔട്ട്. ഓക്കെ. ഇത് വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ഒബ്ലിക്സ് ഭാഗത്തെ ആ ഒരു ഫാറ്റ് കുറയ്ക്കാനും ഒബ്ലിക്സിൻ്റെ ഭാഗത്തെ നമുക്കൊരു വി കട്ട് ഷേപ്പൊക്കെ നമ്മുടെ ആപ്സിന് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു നല്ല വർക്കൗട്ടാണ്. അപ്പം ഇത് നിങ്ങൾ ഒരു കാലിൽ ഒരു 15 റെപ്സോളം മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 10 തൊട്ട് 12 റെപ്സ് ചെയ്യുക. ഓക്കെ. അതിനുശേഷം നമുക്ക് അടുത്ത ഭാഗത്തോട്ടും ഈ ഒരു വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. 1 ഇതേപോലെ ചെയ്യാം. 2 അതിനൊക്കെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാല് ഒരുപാട് ഉയർത്താനായിട്ട് ശ്രമിക്കരുത്. അത് നിങ്ങളുടെ ഹിപ്പ് ഭാഗത്തിന് ഇഞ്ചറി ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ നോർമലായിട്ടുള്ള രീതിയിൽ നമുക്ക് സാവധാനത്തിൽ ഈ ഒരു വർക്കൗട്ട് പരിശീലിക്കാം. ഓക്കെ. അപ്പം ബ്രീത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാല് താഴോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ. ബ്രീത്ത് ഇൻ, അപ്പ്, ബ്രീത്ത് ഔട്ട്. ഇത് കണക്ക് നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് പരിശീലിക്കുക.
വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വർക്കൗട്ട് രീതിയാണിത്. അപ്പോൾ ഞാൻ ബ്രീത്തിങ്ങിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ബ്രീത്തിങ്ങിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു ഡൗട്ടും വേണ്ട, നിങ്ങൾക്ക് വീട്ടിലിത് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് സൈഡ് പ്ലാങ്കിൻ്റെ പൊസിഷനിലോട്ട് വരാം. ആ ഒരു വർക്കൗട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സൈഡ് പ്ലാങ്കിലോട്ട് വരിക. ഇത് കണക്ക് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ഇത് കണക്ക് നിങ്ങൾക്ക് എത്ര സമയം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ അത്ര സമയത്തോളം നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ പതിയെ പതിയെ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് വളരെ കുറച്ചും കൂടെ നമുക്ക് ഇത് കൂട്ടി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഒരു സൈഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ അടുത്ത സൈഡിൽ സൈഡ് പ്ലാങ്കിൻ്റെ രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. പല ആൾക്കാരുടെയും ആഗ്രഹമാണ് വയറിൽ ഫാറ്റൊക്കെ കുറച്ച് ഒരു നല്ല ഒരു 6 പാക്ക് ആപ്സ് ഒക്കെ വേണമെന്നുള്ളത്. ഓക്കെ, നമുക്ക് 6 പാക്ക് ആപ്സ് വേണ്ടെന്നുണ്ടെങ്കിലും വയറിനെ ഷേപ്പാക്കാനും ഫ്ലാറ്റാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു വ്യായാമ രീതി കൂടിയാണ്. ഓക്കെ, നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിലോട്ട് വരാം. ഓക്കെ, ഞാൻ ഈ ഇരിക്കുന്ന അതേ ഒരു പൊസിഷൻ. അതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലെ കാലുയർത്താം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന ഫ്ലട്ടർ കിക്ക് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ്. ഇതേപോലെ ഫ്ലട്ടർ കിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഫ്ലോറിൽ കൊണ്ട് കാല് മുട്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്ര മാത്രമേ കാല് ഉയർത്താൻ പാടുള്ളൂ. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. ഇത് നിങ്ങളെ ഈ ലോവർ ആപ്സിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ, നമ്മുടെ വയറിനെ ഷേപ്പാക്കി എടുക്കാൻ സഹായിക്കുന്ന, ലോവർ ആപ്സിൻ്റെ ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമ രീതി കൂടിയാണ്. അപ്പം ആഴ്ചയിൽ 3 ദിവസം മാത്രം ഞാൻ ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാര്യം വെച്ചാൽ നമ്മൾ വെറുതെ കിടന്നിട്ട് എല്ലാ ദിവസവും ആപ്സിന് കിടന്നിട്ട് വർക്കൗട്ട് ചെയ്യരുത്. നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക സമയം, ഒരു പ്രത്യേക രീതി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഓക്കെ, എല്ലാ ദിവസവും കിടന്ന് ചില ആൾക്കാർ ആപ്സിന് വേണ്ടിയിട്ട് കിടന്ന് കഠിനമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന കാണാം. ഒരിക്കലും അത് പാടുള്ളതല്ല. നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം മതി. ഓക്കെ, ഈ ഒരു വർക്കൗട്ടിന് ശേഷം വീണ്ടും നമുക്ക് പ്ലാങ്കിൻ്റെ പൊസിഷനിലോട്ട് വരാം. അപ്പം ഞാൻ പ്ലാങ്കിൻ്റെ പൊസിഷനിൽ നിന്നിട്ട് ഈ ഒരു വർക്കൗട്ടാണ് ലാസ്റ്റായിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോർമൽ പ്ലാങ്കിൻ്റെ പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാം. ഓക്കെ, എത്ര സമയം നിൽക്കാൻ പറ്റുമോ അത്ര സമയത്തോളം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ ശ്രമിച്ച് നോക്കുക. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ആപ്സിൻ്റെ വർക്കൗട്ട്. നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്